നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള ഐസ് ഓഫ് വക്കൻഡ എന്ന് പറയുന്ന മാർവൽ സീരീസിന്റെ കഥയുടെ പാർട്ട് 1 വീഡിയോ ആണ്. ടോഡ് ഹാരിസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആനിമേറ്റഡ് ആന്തോളജി സീരീസ് ആണിത്. ഈ ടോഡ് ഹാരിസ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന വക്കൻഡ ബേസ്ഡ് മൂവീസ് ആയിട്ടുള്ള ബ്ലാക്ക് പാന്തർ, വക്കൻഡ ഫോർ എവർ, ഈവൻ എൻഡ് ഗെയിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഐസ് ഓഫ് വക്കൻഡ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ബേസിക്കലി വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന, അതായത് മാർവൽ ഫേസ് 1ന്റെ മുമ്പ് തന്നെ നടക്കുന്ന വക്കൻഡയിലെ ചില സംഭവങ്ങളും അവരുടെ വാർഡോഗ്സ് എന്നൊരു കൺസെപ്റ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വക്കൻഡയുടെ പല ഹിസ്റ്ററികളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ അധികം ടൈം കളയണ്ട, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. നമ്മൾ ഈ സീരീസിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വക്കൻഡ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്ന് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. ബ്ലാക്ക് പാന്തർ എന്ന സിനിമയിൽ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഏറെക്കുറെ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. വൈബ്രെയിൻ എന്ന് പറയുന്ന ഭൂമിയിലില്ലാത്തൊരു മെറ്റൽ അടങ്ങിയിട്ടുള്ള ഉൽക്ക വന്നിട്ട് നമ്മുടെ ആഫ്രിക്കയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രദേശത്തൊക്കെ വൈബ്രെയിനത്തിന്റെ പ്രസൻസ് ഉണ്ടാകുന്നത്. ഈ വൈബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരു മെറ്റലാണ്. ഇത് തന്നെയാണ് പിന്നെ വക്കൻഡയുടെ ഉയർച്ചയ്ക്കൊക്കെ കാരണം. ഈ വൈബ്രെയിനും തന്നെയാണ് ഈ സീരീസിന്റെയും ബേസ്. കാലക്രമേണ ആ പ്രദേശത്ത് ഇതിനുശേഷം 3-4 ട്രൈബൽ ക്ലാനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ക്ലാനുകളുടെ ഇടയിൽ തന്നെ പല യുദ്ധങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിലൊരു യുദ്ധത്തിൽ ഒരു ക്ലാനിന്റെ ലീഡർക്ക് ഇവരുടെ ബ്ലാക്ക് പാന്തർ ഗോഡിന്റെ ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം ക്ലാനുകളൊക്കെ യുദ്ധം നിർത്തി ഒരുമിക്കുകയാണ്. പിന്നെ ഈ ഇൻസൈറ്റ് കിട്ടിയ ആള് അവിടെ മാത്രം ഉണ്ടാവുന്ന ഹാർട്ട് ഷേപ്പ്ഡ് ഓർബ് എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചിട്ട് ആദ്യത്തെ ബ്ലാക്ക് പാന്തർ ആവുന്നു. അങ്ങനെ ആ ആദ്യത്തെ ബ്ലാക്ക് പാന്തർ രാജാവായിട്ട് വക്കൻഡ എന്ന് പറയുന്ന സാമ്രാജ്യം അവിടെ തുടങ്ങുകയാണ്. ഇനി നമുക്ക് ശരിക്കും കഥ തുടങ്ങാം. വക്കൻഡയൊക്കെ ഇപ്പോൾ ഓൾറെഡി വളർന്ന് വളരെ അഡ്വാൻസ്ഡ് ആയി. ഈ ഒരു സമയത്ത് ഗ്രീസിൽ ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. നമ്മുടെ കഥ തുടങ്ങുന്നത് അവിടെയാണ്. കാലഘട്ടം ഏറെക്കുറെ 1260 BC. ആ രാജ്യത്തെ സൈന്യവും ആളുകളൊക്കെ സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കടൽ വഴി ഒരു 1.5 കപ്പൽ സൈന്യം അവരുടെ രാജ്യത്തിനെ ആക്രമിക്കാനായിട്ട് വരുന്നത് അവർ കാണുന്നത്. ഈ വരുന്നവരെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു സാധാരണ ആർമി അല്ല. ഇതൊന്നും അറിയാതെ ഒരാൾ ആ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇവരുടെ പേരാണ് നോനി. ഈ കഥയിലെ നമ്മുടെ നായിക ഇവളാണ്. അങ്ങനെ ഈ വരുന്ന കപ്പലുകളുടെ മുമ്പിലാകട്ടെ ഈ 4 പേര്. ഇവരാരാണെന്ന് എവിടെയും പ്രത്യേകം മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. എപ്പിസോഡിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ലയൺ എന്ന് പറയുന്ന ഒരു കൊടൂര വില്ലൻ ഉണ്ട്. ആ വില്ലന്റെ ബോഡി ഗാർഡ്സ് ആണ് ഈ 4 പേര്. കാണുമ്പോൾ ഏറെക്കുറെ ഒരു അറേബ്യൻ നിഞ്ച, പിന്നെ ഒരു വൈക്കിംഗ് ഗേൾ, പിന്നെ മായൻ സിവിലൈസേഷനിലെ പോലെ ഒരുത്തൻ, പിന്നെ മറ്റവൻ ആരാണാവോ. അങ്ങനെ ഇവർ ആ നാട്ടിലെ ആളുകളെ മുഴുവൻ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ നാട്ടിലെ ഒരുത്തൻ ഇവരെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഇയാൾ ആരാണെന്ന് പേരൊന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇയാളെ ആ നാട്ടിലെ രക്ഷകൻ എന്ന് വിളിക്കാം. ഇവനങ്ങനെ അവരെ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരാള് കപ്പലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരും. യെസ്, നമ്മുടെ കൊടൂര വില്ലൻ ലയൺ. നമ്മുടെ രക്ഷകൻ ഓടി വന്ന് ഈ ലയണിനെ ചാടി ആക്രമിക്കുന്നുണ്ടെങ്കിലും ലയണിന്റെ ശക്തി എന്താന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ നോനി ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്ന് ലയണിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കണ്ടാൽ നമുക്കൊരു സാധാരണക്കാരെ പോലെ തോന്നുമെങ്കിലും അവളുടെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ അറിയാം ആ നാട്ടിലെ ആളുകളുടെ പോലെയേ അല്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ആ നാട്ടിലെ ആളുകളുടെ കൂട്ടത്തിൽ അവളെയും അവർ തട്ടിക്കൊണ്ടു പോവുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയവർക്കൊക്കെ ഗാർഡ്സിൽ ഒരുത്തൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ലയണെ കുറിച്ച്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലയൺ നിങ്ങളെ ആരും തട്ടിക്കൊണ്ടു വന്നതല്ല, ഈ ഭക്ഷണമൊക്കെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ സ്വീകരിച്ച് ലയൺ ഉണ്ടാക്കാൻ പോകുന്ന ഈ പുതിയ ലോകത്തിൽ ലയണെ അനുസരിച്ച് ജീവിക്കണം. ഇത് കേട്ടപാടെ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കി ഒരുത്തൻ അവരോട് എല്ലാവരോടും ഈ ഭക്ഷണമൊന്നും കഴിക്കരുത്, ഇത് നമുക്കുള്ളൊരു ട്രാപ്പാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളിത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവർ പിടിച്ചോണ്ട് പോവുകയാണ്. ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലയണിന്റെ സിമ്പൽ അവന്റെ ദേഹത്ത് പതിപ്പിച്ച് അവനെ ഒരു അടിമയാക്കാൻ വേണ്ടി. നമ്മുടെ നോനിയെയും ഇതേപോലെ ഗാർഡ്സ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗാർഡ്സിൽ ഒരുത്തം പറയുന്നു, നീ എതിർക്കാനൊന്നും നോക്കണ്ട, ഇനി മുതൽ ലയൺ ആണ് നിന്റെ മാസ്റ്റർ. ലയൺ ഉണ്ടാക്കാൻ പോകുന്ന ഈ പുതിയ ലോകമാണ് നിന്റെ ഹോം. ഇതൊക്കെ കേട്ടിട്ട് നോനി മറുപടി പറയാണ്, ഞാൻ ആരുടെ അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഓൾറെഡി ഒരു ഹോം ഉണ്ട്. ഫ്ലാഷ് ബാക്ക്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് 6 ആഴ്ച മുമ്പുള്ള വക്കൻഡയാണ്. നമ്മുടെ നോനിയെ ഡൊറാ മിലാജയെ കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോനി പറഞ്ഞ അവളുടെ ഹോം എന്ന് പറയുന്നത് നമ്മുടെ വക്കൻഡ തന്നെയായിരുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ നോനി ഒരു എക്സ് ഡൊറാ മിലാജെ കൂടിയാണ്. ബൈ ദ വേ, ഈ അമ്മമ്മയുടെ പേരാണ് ജനറൽ അക്കയ. ആ കാലഘട്ടത്തിലെ ഡൊറാ മിലാജയുടെ ജനറൽ അവരാണ്. ഇനി ഈ ഡൊറാ മിലാജെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി
ഈ ഡോറ മിലാജ് എന്ന് പറയുന്നത് വക്കൻഡയുടെ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു എലൈറ്റ് കിങ്സ് ഗാർഡാണ്. ബ്ലാക്ക് പാന്തർ എന്ന മൂവിയിൽ ഇവരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ അവരുടെ ഹെഡ് എന്ന് പറയുന്നത് ജനറൽ ഒക്കോയെ ആയിരുന്നു. വക്കൻഡ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഡൊറ മിലാജ് എന്ന് പറയുന്നത് ട്രൈബുകളെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള സെറിമോണിയൽ വൈബ്സ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമായിരുന്നു. പിന്നീടുള്ള രാജാക്കന്മാരാണ് അവരൊക്കെ ഈ ഒരു പദവിയിലേക്ക് മാറ്റുന്നത്. ഒരു മിഷൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോനിയെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചിട്ടുള്ളത്. ആ ഒരു മിഷൻ എന്താണെന്ന് വെച്ചാൽ വക്കൻഡയിൽ നിന്ന് അവരുടെ ഒരു ഹയസ്റ്റ് റാങ്കിങ് ഓഫീസർ ഇപ്പോൾ മിസ്സിംഗ് ആണ്. അവൻ വളരെ പവർഫുൾ ആണ്. എന്ന് വെച്ചാൽ കിങ് കഴിഞ്ഞ പിന്നെ അവനാണ് ഏറ്റവും വലിയ യോദ്ധാവ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരാളായിരുന്നിട്ട് കൂടി രാജ്യം വിട്ടു പോയി എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട വൈബ്രേനിയം വെപ്പൺസും ടെക്നോളജികളും കൊണ്ടൊക്കെയാണ് ഇയാൾ പോയിട്ടുള്ളത്. ഈ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന് വലിയൊരു കിങ്ഡം ഉണ്ടാക്കാനും പിന്നീട് അത് വക്കൻഡയ്ക്ക് തന്നെ ഒരു ത്രെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാളെയും അയാൾ കൊണ്ടുപോയിട്ടുള്ള വെപ്പൺസും ടെക്നോളജിയും എല്ലാം പിടിച്ചു കെട്ടി തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ നോനിയാണെങ്കിൽ ഓൾറെഡി അവളുടെ നിയമങ്ങൾ അനുസരിക്കാത്ത സ്വഭാവം കാരണം ഡൊറ മിലാജിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്തിനീ മിഷൻ ഏറ്റെടുക്കണം? മാത്രമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അറിയാഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. വക്കൻഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷ അതിന്റെ രഹസ്യ സ്വഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ അറിയേണ്ടിയിരുന്നത് മാത്രമേ നീ അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്ന് അഖയ പറയുന്നു. എന്നാലിപ്പോൾ ഈ രാജ്യത്തിന് നിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഈ മിഷൻ അയച്ചിരുന്നവരെല്ലാം അവൻ തന്നെ ട്രെയിൻ ചെയ്തവരായിരുന്നുകൊണ്ട് ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. നീ ആണെങ്കിൽ ഇതുവരെ തോറ്റിട്ടുമില്ല, അവൻ നിന്നെ ട്രെയിൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നീ തന്നെ വളരെ രഹസ്യമായി ഈ മിഷൻ ചെയ്യണം. ഇത്രയും പറഞ്ഞതിന് ശേഷം അക്കയെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവന്റെ പേര് നിക്കാട്ടി എന്നാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ വിളിക്കുന്ന പേരാണ് ദ ലയൺ. അതായത് നമ്മുടെ നോനി ആദ്യം തന്നെ ഗ്രീറ്റിലേക്ക് വന്നത് ഇയാളെ പിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. നമ്മുടെ നോനി അങ്ങനെ അവന്മാരൊക്കെ ഇടിച്ചിട്ടിട്ട് നിന്റെ ലയൺ എവിടെയാടാന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന്മാരാണെങ്കിൽ ഈ ലയൺ വല്ലാണ്ട് ലോയലാണ്. അവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ലയണോട് വെറുപ്പാണ്. എന്നാൽ വയറ് നിറയെ ഭക്ഷണവും ഉടുക്കാനൊക്കെ എന്നും വസ്ത്രവും കിട്ടുകയാണെങ്കിൽ നിങ്ങളും ലയണെ സ്നേഹിക്കാൻ പഠിച്ചോളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ലയൺ നല്ലൊരാളായിട്ടാണ് തോന്നുക. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ ചിലർക്കൊക്കെ മനംമാറ്റം തോന്നി തുടങ്ങിയിരുന്നു. എന്തായാലും ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നോനി അവനെ അടിച്ച് നിലത്തിട്ടിട്ട് സ്വയം ലയണിനെ തേടി ഇറങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് നോനി അവർക്കൊക്കെ കുറച്ച് വെപ്പൺസ് കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ അടിമകളായി ജീവിക്കേണ്ടവരല്ല, അവസരത്തിനായി കാത്തിരിക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന് പറയുന്നു. അവൾ അങ്ങനെ ഒളിച്ചും പാത്തും ലയൺ ഇരിക്കുന്ന കപ്പൽ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വൈക്കിങ്ങുകളില്ലേ, അവൾ കുറച്ച് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വരുന്നതും അവരോട് നിങ്ങൾക്കിനി ഇവിടെ നല്ല ജീവിതമായിരിക്കും ലയന്റെ കീഴിൽ, വീണ്ടും വിദ്യാഭ്യാസം തരും, ഭക്ഷണം തരും, ലയന്റെ സാഹിത്യവും സംഗീതവും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടാൽ ഇതും നല്ലതുപോലെ തോന്നും. പക്ഷെ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തിൽ ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് കാര്യം? അവരിലൊരു സ്ത്രീ എന്നെ വെറുതെ വിട്, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഈ വൈക്കിങ്ങുകൾ അവളെ എടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. നമ്മുടെ നോനിയാണെങ്കിൽ വേഷം മാറി ഇതൊക്കെ കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേഷ്യം വന്ന അവള് അടുത്ത സെക്കൻഡിൽ തന്നെ ഈ വൈക്കിങ്ങുകളായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ ഇതിനോടകം മുഴുവൻ സ്ഥലവും അലേർട്ട് ആയതുകൊണ്ട് തൽക്കാലം അവൾ ഓടി രക്ഷപ്പെടുകയാണ്. ചെന്ന് കയറുന്നതാണെങ്കിൽ ലയന്റെ അടുത്ത ബോഡി ഗാർഡിന്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നീട് കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ഓടി നടന്ന് ഫൈറ്റോട് ഫൈറ്റാണ്. ഒരുവിധം നമ്മുടെ നോനി അവരെയൊക്കെ തീർത്തു. ഇതിന്റെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ ബഹളമൊക്കെ കേട്ട് നോനിയുടെ വരവറിഞ്ഞ ലയൺ സിംഹാസനത്തിലിരുന്നൊരു ടെലിസ്കോപ്പ് എടുത്ത് അവളെ നിരീക്ഷിക്കുകയാണ്. വരുന്നതൊരു ചില്ലറക്കാരിയല്ല, ഒരു ഫൈറ്റ് വേണ്ടിവരുമെന്ന് മനസ്സിലാക്കിയ ലയൺ തന്റെ അഡ്വാൻസ്ഡ് വക്കാൻഡ വെപ്പൺസ് ഒക്കെ എടുത്തിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോനി ഇവന്മാരൊക്കെ തീർക്കുന്നതിന്റെ ഇടയിൽ കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. കടലിന്റെ അടിയിൽ ആളുകളെ ലയൺ ചങ്ങലക്കൂട്ടിലിട്ട് കടലിൽ താഴ്ത്തിയതായിട്ട് കാണുന്നുണ്ട്. ലയണിനെ എതിർത്തവരുടെ വിധിയാണ് അതെന്ന് വളരെ ക്ലിയറാ. നോനി അങ്ങനെ ലയന്റെ കപ്പലിന് മുന്നിലെത്തിയപ്പോൾ ലയൺ അവളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അവളങ്ങനെ കപ്പലിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. ലയൺ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല അക്കയെ അയക്കുന്ന ഒരാൾ എന്നെ കൊല്ലാനായിട്ട് ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ അവരിൽ ഞാൻ പരിശീലിപ്പിക്കാത്ത ഒരേ ഒരാൾ നീയായിരിക്കും. ആക്ച്വലി ഇവിടം തൊട്ടാണ് ലയൺ ആരാണ്, എന്താണ് ലയന്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നിക്കാട്ടി ഓഫ് ദ മെർച്ചന്റ് ട്രൈബ്, ക്യാപ്റ്റൻ ഓഫ് ദ റോയൽ ഗാർഡ് എന്നൊക്കെ നോനി വിളിക്കുമ്പോൾ ലയൺ ദേഷ്യപ്പെടുന്നത് കാണാം. ബൈ ദ വേ, ഈ മെർച്ചന്റ് ട്രൈബ് എന്ന് പറയുന്നത് വക്കൻഡയിലെ പഴയ ട്രൈബുകൾ ഉണ്ടായിരുന്നല്ലോ, അതിലൊരു ട്രൈബാണ്. വക്കൻഡയുടെ വേർഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ലയന്റെ അടുത്ത് നോനി പറയാണ്, നീ നിന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വക്കൻഡയിലേക്ക് തിരിച്ചു വരണം, യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പോലെ. തിരിച്ചു വരാൻ എനിക്ക് സൗകര്യമില്ല, അതിനുവേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത്. എന്നെ ഈ ഫ്രീ വേൾഡിന് ആവശ്യമുണ്ട്. പിന്നെ നിന്റെ അക്കയെ നിന്റെ അടുത്ത് മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നീ വിചാരിക്കുന്ന പോലെ വക്കൻഡയിൽ നിന്ന് ഞാൻ നാട് വിട്ടതല്ല, അവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇതൊക്കെ കേട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നോനി. ഇവിടെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ലയൺ എന്ന് പറയുന്നത് ഒരു ഹട്ടൂട്ട് സെറാസി ആയിരുന്നു, അഥവാ ഒരു വക്കൻഡൻ വാർഡോഗ്. ഈ വാർഡോഗുകൾ എന്ന് പറയുന്നത് വക്കൻഡയിലെ ഡോറ മിലാജയ്ക്ക് പോലും അറിയാത്തൊരു സീക്രറ്റ് ആണ്. പുറം ലോകത്തെ നിരീക്ഷിക്കാനും വക്കൻഡ അറിയാൻ പാടില്ലാത്ത മിഷൻസ് ഒക്കെ ഔട്ട്സൈഡ് വേൾഡിൽ പോയി ചെയ്യാനുള്ള ഒരു സീക്രട്ട് സ്പൈ നെറ്റ്വർക്ക്. ഈ വാർഡോഗുകളെ നമ്മൾ ബ്ലാക്ക് പാന്തർ എന്ന സിനിമയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മുടെ കിങ് ടിച്ചാലയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നാക്കിയ ഒരു വാർഡോഗ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിൽമോങ്കറിന്റെ അച്ഛനെ സ്പൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ക്യാരക്ടറും ഒരു വാർഡോഗ് ആയിരുന്നു.
അവരെന്നൊക്കെ വെച്ചാൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ആരും അറിയില്ല. അവരുടെ മിഷൻസിന്റെ പ്രാധാന്യം അവരുടെ രാജ്യം അറിയില്ല. അതുപോലെ തന്നെ അവരെവിടെ കിടന്ന് മരിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാം രാജ്യത്തിനു വേണ്ടി. ഏറെക്കുറെ നമ്മുടെ മിഷൻ ഇമ്പോസിബിളിലെ IMF പോലെ. അങ്ങനെ ഒരിക്കലും വക്കൻഡയുടെ പുറത്ത് ഒരു മിഷന് വേണ്ടി വന്ന ലയം മനസ്സിലാക്കുകയാണ്, പുറത്ത് ഇത്രയും ലോകമുണ്ട്, ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത്. ഇതേസമയം വക്കൻഡ ആണെങ്കിൽ അവരുടെ ജനങ്ങളെ ട്രഡീഷന്റെയും രഹസ്യങ്ങളുടെയും പേരും പറഞ്ഞ് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ചട്ടക്കൂടിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവിന്റെ പേരിലാണ് പിന്നീട് ലയൺ വക്കൻഡ വിടുന്നതും പിന്നീട് ലയണായി മാറുന്നതൊക്കെ. ഞാൻ ഈ ജനങ്ങളെയൊക്കെ അവരുടെ സഫറിങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പുതിയ ഫ്രീ വേൾഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും എന്നെ ആരാധിക്കുന്നത്. നീയും എന്നെ പോലെ വക്കൻഡയുടെ നിയമങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആവണം, എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ പുതിയ ലോകത്തിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ നോനിയോട് ലയം പറയാണ്. അങ്ങനെ ഒരു ഫ്രീ വേൾഡാണ് നീ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ പിന്നെ ഈ ചങ്ങലകളൊക്കെ എന്തിനാന്ന് നോനി ചോദിക്കുമ്പോൾ, നാളെ നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇന്ന് ചില ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് ലയം പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ലയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല ലോകം ഉണ്ടാക്കിയെടുക്കാനൊന്നുമല്ല, വെറും ഏകാധിപത്യം മാത്രമാണെന്ന് മനസ്സിലാക്കുകയാണ് നോനി. സോ എനിക്ക് നിന്റെ ഓഫറൊന്നും വേണ്ട, നീ സ്വയം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ തിരിച്ച് നിന്നെ വക്കൻഡയിലേക്ക് പെട്ടിയിലായിരിക്കും കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് നോനി ലയണും തമ്മിൽ അവിടെ ഫൈറ്റ് തുടങ്ങുകയാണ്. ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ നോനിയുടെ ഒരു കണ്ണൊക്കെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലയന്റെ മാസ്കും തകരുന്നുണ്ട്. അധിക നേരം ഇവളോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ലയണ് മനസ്സിലാവുകയാണ്. ലയൺ അങ്ങനെ ക്ഷീണിച്ച് സിംഹാസനത്തിൽ പോയിരുന്നു. വക്കൻഡ എന്ന് പറയുന്നത് ഒരു കൂടാണ്. ഞാൻ ഒരിക്കലും ആ കൂട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്വതന്ത്രമായ ജീവിതമെങ്കിലും ജീവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കൊരു സിംഹാസനം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു ബട്ടൺ ഞെക്കിയിട്ട് ആ സ്ഥലം മുഴുവൻ നശിപ്പിക്കുകയാണ്. ആ സാധനവും ഇയാൾ വക്കൻഡയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടോ എനർജി ടെക് ആയിരുന്നു. അതായത് വക്കൻഡ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഹൈടെക് ആയിരുന്നു. അങ്ങനെ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് ലയൺ അവിടെ മരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നോനി വേഗം കടലിലേക്ക് ചാടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ നോനി കടലിന്റെ അടിയിൽ നോക്കുമ്പോൾ അവൾ തിരിച്ചു കൊണ്ടുപോകേണ്ട വൈബ്രേനും വെപ്പൺസ് ഒക്കെ കടലിൽ മുങ്ങിപ്പോകുന്നതാണ് കണ്ടത്. അവൾ കുറെ ശ്രമിക്കെങ്കിലും അവൾക്ക് ആകെ കിട്ടുന്നത് ലയന്റെ ആ ഒരു മാസ്ക് മാത്രമാണ്. ഈ മുങ്ങിപ്പോകുന്ന വെപ്പൺസിനൊക്കെ ഇനി വരാനുള്ള ഈ സീരീസിന്റെ അടുത്ത പാർട്ട് വീഡിയോകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നോനി തിരിച്ച് വക്കൻഡയിൽ എത്തിയിരിക്കുകയാണ്. ലയണായിട്ടുള്ള ഒരു ഫൈറ്റിൽ കണ്ണൊക്കെ പോയ കാരണം നിക് ഫ്യൂരിയുടെ പോലെ കണ്ണിൽ എന്തൊക്കെയോ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ലയണ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, എൻ്റെ മിഷൻ ഫെയിലായെന്ന് നോനി പറയുമ്പോൾ ലയണ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വക്കൻഡയ്ക്ക് ഉണ്ടായിരുന്ന അപകടം നീ കാരണം ഒഴിവായി എന്ന് പറഞ്ഞിട്ട് അക്കയെ അവളെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കൂടെ വിത്ത് കോംപ്ലിമെന്ററി ഡൊറാമിലജയിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരാനുള്ള ഒരു ഓഫറും കൂടി കൊടുക്കുകയാണ്. പക്ഷേ ലയന്റെ ഐഡിയോളജി കുറച്ചൊക്കെ ശരിയാണെന്ന് മനസ്സിലായിട്ടുള്ള അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നോനി അത് റിജക്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ശേഷം അക്കയും നോനിയും കൂടി എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നതാണെങ്കിൽ വാർഡോക്സിനെ കുറിച്ച്. സംഭവം എന്താന്ന് വെച്ചാൽ നോനിയുടെ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് അവളെ വാർഡോക്സിലേക്ക് എടുക്കാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. സോ നമ്മുടെ നോനി ആ ബാക്കി മുങ്ങിപ്പോയ വെപ്പൺസ് ഒക്കെ വക്കൻഡയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മിഷൻ ഏറ്റെടുത്ത് വാർഡോക്സിൽ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് വാർഡോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടി കാണിച്ചിട്ട് ഇൻ ടു ദ ലയൺസ് ഡെൻ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഐസ് ഓഫ് വക്കൻഡ എന്ന് പറയുന്ന ഈ ഒരു സീരീസിന്റെ എക്സ്പ്ലനേഷന്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Goodbye. Bye.